ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന സാധനം എന്ന് പറയുമ്പോൾ കുറച്ച് വെറൈറ്റി സാധനമാണ്. ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇത് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന സാധനം എന്ന് പറയുമ്പോൾ ജപ്പാൻകാരുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചെറി ബ്ലോസമാണ് നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ജപ്പാൻകാർക്ക് മാത്രമല്ല, പൊതുവേ കൊറിയക്കാർക്കും ഇത് ഇഷ്ടമാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയായതുകൊണ്ട് നല്ല രസമായിരിക്കും ഇതിൻ്റെ ഫൈനൽ റിസൾട്ട്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ച് പണിയെടുക്കണമെങ്കിലും ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ നമ്മൾ എന്തുവാ ഹാപ്പി ആവുമെന്ന് എനിക്ക് ഒരു വിശ്വാസമുണ്ട്. കാരണം എനിക്കങ്ങനെ ആയിരുന്നു. കാരണം തുടക്കത്തിൽ ഈ പൂ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ആദ്യമൊക്കെ സിമ്പിളാണെങ്കിലും ഇതിൻ്റെ കുറേ എണ്ണം ഉണ്ടാക്കുമ്പോൾ സത്യം പറഞ്ഞാൽ മടുപ്പെന്നൊക്കെ പറഞ്ഞാൽ അതുപോലെ മടുക്കും. പക്ഷേ ഫൈനൽ റിസൾട്ട് അടിപൊളിയാണ് എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം. കാരണം എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് സെറ്റാക്കി എടുക്കേണ്ടത്. ഇതിൻ്റെ കമ്പിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഇതിന് ഒരു മാസം മുമ്പേ കമ്പൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മടി അത് മുൻപിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇത് പിന്നുണ്ടാക്കാം എന്ന് വിചാരിച്ച് ഇപ്പോഴാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി കയറിയത്. വേറൊന്നുമല്ല, കുറച്ച് ടൈം കിട്ടിയപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് ഇത് തന്നെ സെറ്റാക്കാം എന്ന് വിചാരിച്ചു. പിന്നെ കുറേ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇനി ഡെയിലി കറക്റ്റായിട്ട് വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. പിന്നെ ഈ കമ്പാണ് ഞാൻ പിന്നെ പെയിൻറ്റൊന്നും അടിച്ചു കൊടുക്കാൻ നിന്നില്ല. ഞാൻ അതിനകത്തോട്ട് അതുപോലെ തന്നെ സെറ്റാക്കുകയാണ് ചെയ്തത്. ഗ്ലൂഗൺ വെച്ച് ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. ഫെസ്റ്റിക് ഉണ്ടെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് എനിക്കൊരു ഉറപ്പും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്. ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ടാക്കൂ. ബൈ.